വന്നെത്തി കോഴിക്കോട്ടു നിന്നും ഒരു മാന്യൻ സൃഷ്ടാവിൽ വണങ്ങാൻ അന്നൊരിടം തേടുന്നു ബഹുമാന്യൻ. അന്നു നാളിവിടമിൽ വന്നെത്തി കോഴിക്കോട്ടു നിന്നും ഒരു മാന്യൻ സൃഷ്ടാവിൽ വണങ്ങാൻ അന്നൊരിടം തേടുന്നു ബഹുമാന്യൻ. ശാന്തമായി ഒഴുകുന്ന അരുവിതന്നരികിൽ ശ്രാമ്പിയും പണിയുന്നു മരത്തിന്റെ കാലിൽ. യാത്രക്കാരൊന്നായൊന്നായി കുതിച്ചു കൊണ്ടകതിൽ കാലങ്ങൾ കഴിഞ്ഞു ശ്രാമ്പിയും പൊളിഞ്ഞു വന്നേരം കാണുന്നു മാറ്റങ്ങൾ പലതും അവിടമിലായി അണയുന്നു അടുക്കുന്നു. അതെ, ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാർ സൃഷ്ടാവിൽ വണങ്ങുവാൻ ഒരു കൊച്ചു ശ്രാമ്പി, അതാണ് ഈ ദേഹം കൊതിച്ചിരുന്നത്. സമൃദ്ധമായി ഒഴുകുന്ന തോടിനരികിൽ വരത്തിന്റെ പലകകൾ ഉപയോഗിച്ച് ഒരു ശ്രാമ്പി പണിതു. യാത്രക്കാർ മാത്രമായിരുന്നു സ്ഥിരം നിസ്കാരക്കാർ. കാലങ്ങൾക്ക് ശേഷം ഇവിടേക്ക് കുടിയേറി പാർത്ത കുയപ്പത്തൊടി അഹമ്മദ് കുട്ടി ഹാജി എന്ന ഭൂവുടമയുടെ നേതൃത്വത്തിൽ ശ്രാമ്പി പൊളിച്ച് ഓടിട്ട പള്ളി പണിതു. പള്ളിയുടെ വിളക്കിൽ തിരിതെളിക്കൽ, ബാങ്ക് വിളിക്കൽ തുടങ്ങിയ പള്ളിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും മുഴുവൻ നടത്തിപ്പും ഹാജിയുടെയും കുടുംബത്തിന്റെയും മേൽനോട്ടത്തിലായിരുന്നു. ആവശ്യമായ ഭക്ഷണം, താമസം എന്നീ സൗകര്യത്തിനായി സമീപം ഒരു കടയും തുടങ്ങി. പക്ഷേ ചാർത്തിവാലിയ ഭൂമിയിൽ കൃഷി ചെയ്യാൻ കുഴപ്പത്തടിക്കാർ നാട്ടിൽ നിന്ന് തൊഴിലാളികളെയും കൊണ്ടുവന്നു. സ്വാഭാവികമായി താമസക്കാർ വർദ്ധിച്ചു. പിന്നെ എന്തുണ്ടായി എന്നല്ലേ? കാലങ്ങൾ കഴിഞ്ഞതും ജനമെന്ന് കൊതിച്ചു, ജുമുഅയും തുടങ്ങുവാൻ മനമെന്ന് കൊതിച്ചു. ഓർത്തപ്പോൾ അവരുടെ കൽബകം പിടച്ചു. ആഗ്രഹം സകലവും ശൈഖുന കണ്ണിയത്തോരും അറിയുന്നേ. നടപടിയുടനടി തുടങ്ങുവാനും അവിടുന്നായി അരുളുന്നേ. കാലക്രമേണ ജനവാസം വർദ്ധിച്ചപ്പോൾ പള്ളിയിൽ ജുമ തുടങ്ങണമെന്ന് അവരുടെ മനസ്സും മന്ത്രിച്ചു. ആ സാഫല്യം പൂവണിയിക്കാനായി കമ്മിറ്റി ബഹുമാനപ്പെട്ട റയീസുൽ മുഅക്കിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെ കണ്ട് ആഗ്രഹം അറിയിച്ചു. ഉസ്താദിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെല്ലാം നീങ്ങിയപ്പോൾ ആ ആഗ്രഹം പൂവണിഞ്ഞു. അഖദായ റബ്ബിൻ തിരുവലിയായ ഗണ്ണിയത്തിൻ അനുവാദം ലഭിക്കുകയായി. പിന്നെ കളരാന്തിരി കുഞ്ഞീദുസ്താദിന്റെ തിരുനേതൃത്വത്തിൽ ജുമുഅയും തുടങ്ങുകയായി. അഖദായ റബ്ബിൻ തിരുവലിയായ ഗണ്ണിയത്തിൻ അനുവാദം ലഭിക്കുകയായി. പിന്നെ കളരാന്തിരി കുഞ്ഞീദുസ്താദിന്റെ തിരുനേതൃത്വത്തിൽ ജുമുഅയും തുടങ്ങുകയായി. അതെ, ഹിജ്റ 1372 റബീഉൽ ആഖിർ 13-ന് 1956 മാർച്ച് 3-ന് കളരാന്തിരി കുഞ്ഞാലി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ജുമ തുടങ്ങി. ഇതോടെ ജനവാസം വർദ്ധിച്ചു തുടങ്ങി. പള്ളിയിൽ അസൗകര്യവും വർദ്ധിച്ചു. പള്ളി വീണ്ടും പൊളിച്ച് വിശാലമാക്കാൻ നാട്ടുകാർ നിർബന്ധിതരായി. പക്ഷേ സാമ്പത്തിക ഞെരുക്കം വല്ലാത്തൊരു പ്രയാസമായി. എന്നാൽ അല്ലാഹുവിലുള്ള അർപ്പണബോധവും ആത്മവിശ്വാസവും കാരണം കാര്യങ്ങൾ എല്ലാം തന്നെ നടന്നു. അന്നത്തെ മുതലാളിമാരെ കണ്ട് കാര്യം ധരിപ്പിച്ചു. ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട പ്രാധാന്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശ്രേഷ്ഠയായ സാരഥികളുടെ മഹനീയ നേതൃത്വവും അനുഗ്രഹീത പിന്തുണയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ താങ്ങും തണലുമായി എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ? കണ്ണിയത്തുസ്താദോരും ബാഫക്കി തങ്ങളോരും പാണക്കാടിൻ പൂമുത്ത് പൂക്കോയ തങ്ങളോരും അല്ലാവിൻ മോഹിബായ ശംസുലുലമയോരും അണ്ടോണ ഉസ്താദ് എന്ന ധീര മഹാനായോരും റബ്ബോടിരക്കുന്നേ സാഫല്യം പൂക്കുന്നേ. കണ്ണിയത്തുസ്താദ്